മീനിന്റെ മണം. അങ്ങനെ ഞങ്ങള് മീൻവെള്ളം എത്തിയിരിക്കുകയാണ്. വല്ലാത്ത റോഡായിരുന്നു. നല്ല റോഡ് എന്ന് ആദ്യം പറഞ്ഞു, അവസാനം അത് വല്ലാത്ത റോഡായി മാറി. എങ്ങനെ ഉണ്ടായിരുന്നു ജേർണി? വളരെ ഡെയറിങ് ആയിരുന്നു. ഇത് വെക്കാൻ പറ്റില്ല ഇവിടെ ഹെൽമെറ്റ് വെച്ചു. അങ്ങനെ ഞാൻ അനഘേനെ മീൻവെല്ലം വെള്ളച്ചാട്ടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നടക്കാനുണ്ട് കുറച്ച്. അനഘ ഷൂസൊക്കെ എടുക്കാമെന്ന് പറയുന്നു. ഷൂസ് ഇല്ല പക്ഷെ. മൂന്ന് തവണ ഇവിടെ വന്നെങ്കിലും ഞാൻ ശരിക്കും വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കുന്നത് ഇല്ല. പക്ഷെ അതെ, കാട്ടുതീ. കാട്ടുതീ. സോ ഇതാണ് നമ്മൾ പോകേണ്ട വഴി. അത്യാവശ്യം നന്നായി നടക്കാനുണ്ട്. അനക്ക് എങ്ങനെ നടക്കുന്നതാണ് എനിക്ക് അറിയേണ്ടത്. എന്താ നടക്കാൻ? കുറച്ച് അത്യാവശ്യത്തിന്. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ ഓക്കെ, അതായിരിക്കും. എന്താണ് അനക്കടെ സംശയം? ഉണ്ടെങ്കിൽ ഞാൻ ചെരുപ്പ് നല്ലതല്ല. എൻ്റെ ചെരുപ്പോ? ഈ ചെരുപ്പിട്ട് നടക്കാൻ കൂടെ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ മീൻവെല്ലം എത്തിയിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് അനഘ മീൻ കടി ഏൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതൊന്നും ഇല്ല, എന്താ പറയുക, വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള മെറ്റീരിയൽസ് ഡ്രസ്സസൊന്നും ഇല്ലാത്തതുകൊണ്ട്, ചെരുപ്പും ഇങ്ങനത്തെ ചെരുപ്പായതുകൊണ്ട് നമ്മളിങ്ങനെ വായും പൊളിച്ചോടെ നിൽക്കും. ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റേ ഇത് കാണാൻ പറ്റും. എന്തോ ജലവൈദ്യുത പദ്ധതി. അത്ര ഇതാണോ മീൻ വെള്ളം? ഈ വെള്ളത്തിൽ കൂടെ നടക്കുക, അത്ര തന്നെ. നമുക്ക് വല്ലവിടെ ഇരിക്കാൻ പോയിട്ട്. ഓക്കെ. സോ ഞങ്ങള് നടക്കാൻ പോവാണ്. അങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ ബ്രിഡ്ജിന്റെ അവസ്ഥ കാണുമ്പോൾ കയറാനൊരു ഭയം. മഞ്ചേച്ചി സുഖമൊക്കെ വന്നിട്ട് ഞങ്ങൾ അവിടം വരെ പോയിട്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഒരു വഴുക്കൽ ഫീല് വരുന്നു. പക്ഷെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാനും പറ്റില്ല. സോ ഇത് നമ്മൾ കഴിച്ചിട്ട് ഇതിൻ്റെ കവർ ബാഗിലിട്ടിട്ട് പോകുള്ളൂ. എന്താ ചെയ്യണം? ഞാൻ കല്ല് പഠിപ്പിച്ചേ. അയ്യോ മഴ. ഓ ഇവിടെ സോ അങ്ങനെ മഴ വന്നിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ റെയിൻകോട്ട് എടുത്തിട്ടില്ല. ഒരു റെയിൻകോട്ടും ഒരു കുടയുമായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ മിക്കവാറും ചലിക്കും ഇവിടുന്ന്, കാരണം ഇവിടെ ഷെൽട്ടറൊന്നുമില്ല.
സോ അങ്ങനെ മഴ പെയ്തിരിക്കുകയാണ് മീൻവല്ലത്ത്. നമുക്ക് സെൽഫി സെൽഫി സോ അങ്ങനെ മഴ പെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂറായിരുന്നു. അതെ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഇനി. സോ അനഘ ഈ കല്ലുകൊണ്ടുള്ള സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോവാം. അങ്ങനെ ഞങ്ങള് കെട്ടും പാണ്ടെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ അങ്ങനെ ഞങ്ങൾ നഗ്ന പാതിരായി നടക്കുകയാണ്. ഞങ്ങള് ഇവിടത്തെ അത് വേണ്ട അത് റിസ്ക്കാ. പാലത്തേക്ക് ഞങ്ങൾ നടക്കാൻ പോവാണ്. പാലത്തിലൂടെ നടക്കാൻ പോവാണ്. സോ അനഘ അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ബ്രിഡ്ജിൽ എനിക്ക് കൂടെ വളരെ നടന്ന്? ഇഷ്ടമായി. എന്റെ വീഡിയോ വന്നോ? നിന്റെ കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആണോ? എനിക്ക് ആദ്യത്തെ അതിൽ ഇത്തിരി പേടിയുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെന്നെ പറ്റും വീണ് കഴിഞ്ഞാൽ. അല്ല കമ്പി പിടിച്ചിട്ടും മരമൊക്കെ പിടിച്ചിട്ടാ ഞാൻ താഴെ എത്തി കഴിഞ്ഞാൽ കല്ല് തട്ടിയിട്ട് മറ്റേ ഇന്നലെ കണ്ട സിനിമ പോലെ തലയൊക്കെ തെറിക്കുക. പക്ഷെ ഇത്ര സ്കെയറി ആയിരുന്നില്ല കേട്ടോ. നേരത്തെ ഞങ്ങൾ 2 പ്രാവശ്യം കയറി വന്നപ്പം ഞാൻ 2 പ്രാവശ്യം വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ എന്തെങ്കിലുണ്ട്. ചോടയൊക്കെ പൊട്ടി, മുളയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ടിൽറ്റഡ് ആയിരുന്നു. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള. അങ്ങനെ ഞങ്ങള് മീൻവല്ലത്തിന് തിരിക്കുകയാണ് അല്ലേ. ഇടയിലൊരു മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ അതാണ് വേഗം ഇറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ മഴയില്ല. മീൻവല്ലം ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്തിരി കൂടി സ്നാക്സ് എടുക്കായിരുന്നു. ആൻഡ് ഗെയിംസ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ എൻജോയ് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. ആൻഡ് അടുത്ത വർഷം നമുക്ക് ലൈക്ക് നീന്താൻ പറ്റിയ സംഭവങ്ങളെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. ഇനി ഇത്ര വലിയ അത്ര അതുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തിരി ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എത്താനായി. നമ്മുടെ സഡൻ പ്ലാൻ ആയിരുന്നു അല്ലേ? അതെ, ഇത് പോണം. ഇന്ന് രാവിലെ ആദ്യത്തെ ദിവസം ഞാൻ ഉറങ്ങുകയായിരുന്നു. ആദ്യത്തെ ദിവസം എന്നോട് പറഞ്ഞു നമുക്കിന്ന് മീൻവല്ലം പോവാം. ഞാൻ ശരിയാണ്, നീച്ച ശേഷം നമുക്ക് സംസാരിക്കാം. അതായിരുന്നു നമ്മുടെ പ്ലാൻ. വേണ്ട വേണ്ട, വലിയ വലിയ പാറകളല്ലേ. ഓക്കെ വേണ്ട വേണ്ട, സീനൊന്നുമില്ല. ഇതാണോ ചേച്ചി എന്നെ നിർത്തിയിട്ട് കാണാമെന്ന്? ആരും ഇല്ലാന്നുള്ള ധൈര്യത്തിലാണ് ഓടിക്കുന്നത് ഗൈസ്. നേരെ പോയി തരാല്ലേ. സോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സാഫ്രോൺ വന്നിരിക്കുകയാണ്. സോ അങ്ങനെ ഞങ്ങൾ 4 മണിയായപ്പോൾ വീടെത്തി. ഫുഡൊക്കെ വരണ വഴിക്ക് കഴിച്ചു. എന്താ കഴിച്ചത്? ഞങ്ങൾ പത്തിരിയും ചില്ലി ചിക്കനും കഴിച്ചത്. അത് ചേച്ചിക്ക് അത് ഇഷ്ടമായില്ല. അതിന്റെ കോമ്പിനേഷൻ കുഴപ്പമില്ല. എനിക്ക് പത്തിരി ഒട്ടും ഇഷ്ടമായില്ല. ചില്ലി ചിക്കൻ ഇഷ്ടമില്ല. അത് ചില്ലി ചിക്കൻ ഇഷ്ടമായില്ല. കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വെറുതെ കഴിക്കാൻ ടേസ്റ്റ്. അതെ, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ അടുത്ത യാത്ര കവയായിരിക്കും. അവിടെ ഞങ്ങൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്.
നിങ്ങൾക്കും അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.